നമസ്കാരം. ഗംഗയിൽ നീരാടിയാൽ പുണ്യം, കാശിയിൽ മരിച്ചാൽ മോക്ഷം എന്നതെല്ലാം ഹിന്ദുമത പുരാണ തത്വങ്ങളാണ്. കാശിക്ക് പോകാൻ പറ്റാത്ത ഭക്തർക്കായി ശിവഭഗവാന്റെ ഉത്തരവിൻപടി നിർമ്മിച്ചതും ഇവിടെ ജനിച്ചാലും ജീവിച്ചാലും മരിച്ചാലും മോക്ഷം എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നതുമായ തമിഴ്നാട്ടിലെ തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு കാശി വിശ്വനാഥർ തിരുക്കോവിൽ തെങ്കാശി. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി ഉലകമ്മേ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിന് ഉലകമ്മൻ കോവിൽ എന്നും തെങ്കാശി പെരിയ കോവിൽ എന്നും നാമമുണ്ട്. കാശി എന്ന പുണ്യസ്ഥലത്തിന് തുല്യമായ കോവിലാണ് തെങ്കാശി കാശി വിശ്വനാഥർ കോവിൽ. നാരദർ, അഗസ്ത്യർ, ഇന്ദ്രൻ, ഭൃഗണ്ടുമുനി, ബാലി, നന്ദി ഭഗവാൻ, ശിലാദമുനി എന്നിങ്ങനെയുള്ള ദിവ്യർ ഇവിടത്തെ മൂലവരെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. പാണ്ഡ്യമന്നന്മാർ നിർമ്മിച്ച ഗോപുരം കുറെ കാലം മുമ്പ് ഇടിവീണ് രണ്ടായി പിളർന്നതിനാൽ പിന്നീട് 1990 180 അടി ഉയരത്തിൽ 9 നിലകളോടെ നിർമ്മിച്ച മനോഹരമായ 800-ൽ പരം ശില്പങ്ങളുള്ള രാജഗോപുരമാണ് ഇപ്പോഴുള്ളത്. 2025 ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. തെങ്കാശി കാശി വിശ്വനാഥർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ചെമ്പകവനമായിരുന്ന ഈ പ്രദേശം ഭരിച്ചിരുന്ന പരാക്രമ പാണ്ഡ്യൻ എന്ന രാജാവിന് കാശിക്ക് പോയി കാശി വിശ്വനാഥ സ്വാമിയെ ദർശിച്ചു വരണം എന്നൊരാഗ്രഹം ഉദിച്ചു. മന്നന്റെ കുലദൈവമായ ശ്രീമുരുകനോട് ഈ ആഗ്രഹം പ്രാർത്ഥിക്കവേ ശ്രീമുരുകൻ മന്നന് ശക്തിയുള്ള ഗഗനമാർഗ ഗുളിക കൊടുത്ത് ആകാശമാർഗം കാശിക്ക് പോയി വരാൻ സഹായം ചെയ്തു. മന്നൻ അപ്രകാരം ഗഗനമാർഗം കാശിക്ക് പോയി കാശി വിശ്വനാഥരെ പ്രാർത്ഥിച്ചു വന്നു. മന്നൻ വിന്ദൻകോട്ടയിൽ നിന്ന് ആകാശമാർഗം ബ്രഹ്മമുഹൂർത്തത്തിൽ ദിനവും കാശിയമ്പതിക്ക് ചെന്ന് ശിവഭഗവാനെ ദർശിച്ച് സൂര്യോദയത്തിന് മുമ്പേ തിരിച്ച് തന്റെ കൊട്ടാരത്തിലെത്തുക പതിവാക്കി. അങ്ങനെ ഇരിക്കെ മന്നന്റെ റാണിക്കും കാശിയിൽ ചെന്ന് വിശ്വനാഥരെ ദർശിക്കണം എന്ന ആഗ്രഹം വന്നതിനാൽ മന്നൻ മഹാറാണിയെയും ഇപ്രകാരം കൂട്ടിക്കൊണ്ട് കാശിക്ക് പോയി. ഇരുവരും കാശി വിശ്വനാഥരെ ദർശിച്ച ശേഷം കാശിയിൽ നിന്ന് വരുമ്പോൾ ഒരു ശിവലിംഗവും കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ ഒരു നന്ദവനത്തിൽ വിശ്രമിച്ച ശേഷം താഴെ വെച്ച ശിവലിംഗം പുറപ്പെടാൻ നേരത്ത് എടുക്കാൻ തുനിഞ്ഞപ്പോൾ അത് അനങ്ങിയില്ല. സങ്കടത്തോടെ മന്നൻ നിന്നപ്പോൾ ഈ ശിവലിംഗം ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന അശരീരി കേട്ടു. അപ്രകാരം ആ നന്ദവനത്തിൽ മന്നൻ ശിവലിംഗം പ്രതിഷ്ഠിച്ച് കോവിൽ നിർമ്മിച്ച് ഭഗവാനെ പൂജിച്ചു വന്നു. ആ സ്ഥലമാണ് ശിവകാശി. ശിവകാശിയിൽ കോവിൽ നിർമ്മിച്ച മന്നൻ ഇതുപോലൊരു ശിവലിംഗത്തോടെ ഇതിനേക്കാളും വലിയൊരു കോവിൽ നിർമ്മിക്കണമെന്നും ആ ശിവലിംഗത്തിന് കാശി വിശ്വനാഥർ എന്ന് പേര് വെക്കണമെന്നും ചിന്തിച്ചു. ഒരു നാൾ മന്നന്റെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട്, മന്ന, നിന്റെ കോട്ടയിൽ നിന്നും കുറച്ചടുത്തായി എറുമ്പുകൾ ധാരധാരയായി പോകുന്ന ഇടത്തിൽ ഒരു ശിവലിംഗം കാണപ്പെടും. തെക്കിൽ ഉള്ള ശിവഭക്തർ വടക്കിലുള്ള കാശിക്ക് പാദയാത്ര ചെല്ലുമ്പോൾ കാശിയിൽ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ പലരും മരിച്ചു പോകുന്നു. അതിനാൽ അവർക്ക് സൗകര്യത്തിനായി തെക്കിൽ തെങ്കാശിയിൽ കോവിൽ നിർമ്മിക്ക് എന്നുത്തരവിട്ടു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മന്നൻ എറുമ്പുകൾ ധാരധാരിയായി പോകുന്ന ഇടത്തിൽ ഒരു പുറ്റിനുള്ളിൽ ശിവലിംഗം കണ്ടുപിടിച്ചു. പിന്നീട് ചെമ്പകവനമായിരുന്ന ഈ പ്രദേശം വെട്ടിത്തെളിച്ച് തന്റെ പിതൃക്കൾ പൂജിച്ച ആ സ്വയംഭൂ ശിവലിംഗത്തിന് കോവിൽ നിർമ്മിച്ചതാണ് തെങ്കാശി കാശി വിശ്വനാഥർ ക്ഷേത്രം. മന്നൻ നഗരമാക്കിയ ഈ പ്രദേശം കോവിലിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. 1445 പരാക്രമ പാണ്ഡ്യനാൽ രാജഗോപുരത്തിന്റെ തിരുപ്പണികൾ ആരംഭിച്ച് 6 വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിലെത്തിയ പരാക്രമ പാണ്ഡ്യന്റെ സഹോദരൻ ജഡാവർമ്മൻ കുലശേഖര പാണ്ഡ്യനാൽ 1505 രാജഗോപുരം പൂർത്തിയാക്കപ്പെട്ടു എന്ന് ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൈവവും വൈഷ്ണവവും ഒന്ന് എന്ന രൂപത്തിൽ പെരുമാളുടെ ദശാവതാര ശില്പങ്ങളും ഹനുമാൻ ശിലയും തൂണുകളിലുണ്ട്. വടക്കിലുള്ള കാശിക്ക് തുല്യമായ തമിഴ്നാട്ടിലുള്ള പ്രശസ്തമായ 6 കോവിലുകളാണ് തിരുവെൺകാട്, തിരുവിടമരുതൂർ, മയിലാടുതുറൈ, തിരുവയ്യാറ്, തിരുസായിക്കാട്, തിരുവാഞ്ചിയം. വടക്ക് കാശിയിലുള്ള കോവിൽ നശിക്കുന്ന സാഹചര്യമുണ്ടായാൽ തെൻകാശിയിൽ ഒരു കോവിൽ നിർമ്മിക്കണമെന്ന ഭഗവാന്റെ ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് ഈ കോവിൽ എന്ന് ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നതും 9 നില രാജഗോപുരത്തോടെയും 20 ഏക്കറിൽ വിശാലമായി ശില്പചാതുര്യം നിറഞ്ഞു കാണപ്പെടുന്നതും കുട്രാല മലയാടി വാരത്തിൽ ചിത്രാ നദിക്കരയിലുള്ള കാശി വിശ്വനാഥർ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാരും നാട്ടുകോട്ടை നഗരത്താറുകളും തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഒരേ നേർരേഖയിൽ യാതൊരു തടസ്സവുമില്ലാതെ ഇരുഭാഗങ്ങളിൽ നിന്നും കാറ്റ് വീശുന്ന തരത്തിൽ രാജഗോപുരം നിർമ്മിച്ചിരിക്കുന്നു. കോവിലിനും ഗോപുരത്തിനുമിടയിൽ പരന്ന പുൽമൈതാനം. പൊതികമലയിൽ നിന്ന് ആര്യങ്കാവ് കണവായി വഴി വരുന്ന കാറ്റ് കോവിലിനുള്ളിൽ ഭക്തർ കയറുമ്പോൾ തന്നെ പടിഞ്ഞാറ് നിന്ന് കിഴക്കായി വീശുന്നത് മനസ്സിലാക്കാനാവും. കാറ്റ് വീശാതെ തന്നെ കാറ്റ് വീശുന്നത് പോലെ വ്യത്യസ്തമായ ഒരനുഭവം ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഭക്തർക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ദുർഗാ ഭഗവതി തെക്ക് ദർശനമായിട്ടായിരിക്കും നിലകൊള്ളുന്നത്. ഇവിടെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. മൂലവർ കോവിൽ, അമ്മൻ കോവിൽ, മുരുകൻ കോവിൽ എന്നിങ്ങനെ 3 വിഭാഗമായിട്ടാണ് പ്രധാന കോവിലുകൾ. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന പ്രധാന സന്നിധിയിൽ ശ്രീ പരമേശ്വരൻ കാശി വിശ്വനാഥർ എന്ന നാമത്തിൽ അല്പം വലിയ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു.
കാശിക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഭക്തരുടെ സങ്കടം കണ്ട് ഇവിടെ സ്വയം കുടികൊണ്ട ഭഗവാനാണിത്. കിഴക്ക് ദർശനമായ തനി സന്നിധിയിൽ ഇരുവശത്തും ദ്വാരപാലികമാർ കാവൽ നിൽക്കെ ദേവി ശ്രീപാർവതി ഒരു കരത്തിൽ മലർ ഏന്തിയും മറുകരം ലോലഹസ്തമായും പുഞ്ചിരി വിരിയുന്ന അതരത്തോടെ ഉലകമ്മേ, ഉലകാംബികെ എന്നീ നാമങ്ങളിൽ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. കിഴക്ക് ദർശനമായ വേറൊരു സന്നിധിയിൽ അഗസ്ത്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീചക്രപീഠം പരാശക്തി പീഠമായി വിളങ്ങുന്നു. ഈ പീഠത്തിന് നേരെതിരിൽ ശിവലിംഗ സ്വരൂപമായി ഭഗവാനും അരുൾപാലിക്കുന്നുണ്ട്. ബാലസുബ്രഹ്മണ്യ സ്വാമി കോവിലിൽ ശ്രീമുരുകന്റെ മനോഹരമായ പ്രതിഷ്ഠയാണ്. ആ മണ്ഡപത്തിൽ മുരുകന്റെ ജീവിതത്തിലെ പല നിർണായക സംഭവങ്ങളുടെയും ചിത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ വിനായകർ, സുബ്രഹ്മണ്യർ, വിന്ധ്യനാർ സിദ്ധപീഠം, സൂര്യൻ, 63 നായന്മാർ, നാൽവർ, നടരാജർ, ശിവഗാമി അമ്മൻ, സുരദേവർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ശാസ്ത, ബ്രഹ്മാവ്, സരസ്വതി, മഹാലക്ഷ്മി, സഹസ്രലിംഗം, ശനീശ്വരർ, ദുർഗ, ചണ്ഡികേശ്വരർ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളും നന്ദവനവും ഗോശാലയും ലോക പുകഴ്പെറ്റ ഇരട്ടശില്പങ്ങളായ വീരഭദ്രർ, താണ്ഡവമൂർത്തികൾ, രതിമന്മദർ, തിരുമാൽ കാളിദേവി എന്നിവയുമുണ്ട്. ക്ഷേത്രവൃക്ഷം ചെമ്പകം, പ്ലാവുമരം. ക്ഷേത്രതീർത്ഥം കാശിതീർത്ഥം, സഹസ്രനാമ തീർത്ഥം, ആനന്ദതീർത്ഥം, ഭൈരവതീർത്ഥം, ഈശാനതീർത്ഥം, അന്നപൂർണി തീർത്ഥം, വിശ്വതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസി 10 നാൾ ബ്രഹ്മോത്സവം, ആടിപ്പൂരം, ഐപ്പശി തിരുക്കല്യാണം, കന്ദഷഷ്ടി, കാർത്തിക സോമവാരങ്ങൾ, മാർഗഴി തിരുവാതിര, ശിവരാത്രി, തൈപ്പൂയം, പങ്കുനി ഉത്രം, തമിഴ് പുതുവർഷ ദിനം, അമാവാസി, പ്രദോഷം എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തെങ്കാശിയിൽ നിന്ന് 1 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തെങ്കാശി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.